നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. പലരും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ അടങ്ങിയ ധനുരാശിയെക്കുറിച്ചുള്ള വിശകലനം. എന്തുകൊണ്ടാണ് നിങ്ങൾ ധനുരാശിയിൽ ജനിച്ചത്? നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെയാണ്? ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ എന്തൊക്കെയാണ്? 2030 വരെ ധനുരാശിക്കാർക്ക് ഗ്രഹനില എങ്ങനെയായിരിക്കും? ശനി, രാഹു, കേതു, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ പ്രധാനമായും സംസാരിക്കുന്നത്. കാരണം ഇവ ഒരു രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്നവരാണ്. ശനി 2.5 വർഷവും, രാഹുവും കേതുവും 1.5 വർഷവും, വ്യാഴം 1 വർഷം വീതവുമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. കൂടാതെ ഏത് രാശിക്കാരുമായാണ് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടാവുക എന്നും ജീവിതത്തിൽ എപ്പോഴാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുക എന്നും നമുക്ക് നോക്കാം. ഈ വിശകലനം നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 12 രാശികളിൽ 9ാമത്തെ രാശിയാണ് ധനു. ധനുരാശിയെ നയിക്കുന്നത് ഗ്രഹങ്ങളുടെ ഗുരുവായി കരുതപ്പെടുന്ന വ്യാഴമാണ്. ഒരു അധ്യാപകൻ തന്റെ ശിഷ്യന്മാരെ നയിക്കുന്നത് പോലെ ധനുരാശിക്കാരെ വ്യാഴം എപ്പോഴും ശരിയായ വഴിക്ക് നയിക്കും. ജ്യോതിഷത്തിൽ ഏറ്റവും നല്ല ഗ്രഹമായി വ്യാഴത്തെ കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അത് ഭംഗിയായി പൂർത്തിയാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ധനു ഒരു അഗ്നിരാശിയാണ്. ഇതിന്റെ അടയാളം പകുതി കുതിരയും പകുതി മനുഷ്യനും ചേർന്ന് നിൽക്കുന്ന കയ്യിൽ വില്ലേന്തിയ രൂപമാണ്. അഗ്നി എപ്പോഴും മുകളിലേക്ക് ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ധനുരാശിക്കാർക്കും ജീവിതത്തിൽ എപ്പോഴും മുന്നേറണമെന്ന വാശിയുണ്ടാകും. ഇവരുടെ അടയാളത്തിലെ വില്ലും അമ്പും സൂചിപ്പിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്നാണ്. മൃഗത്തിന്റെ കരുത്തും മനുഷ്യന്റെ ബുദ്ധിയും ഒരേപോലെ ഇവർക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് അറിവിനും കഴിവിനും ഒട്ടും കുറവുണ്ടാകില്ല. മിക്കവാറും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അസാമാന്യമായ ധാരണയുണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഒരു അഗ്നിരാശിയായതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വിചാരിച്ചാൽ അത് ഉടൻ തന്നെ നടക്കണമെന്ന നിർബന്ധമുള്ളതുകൊണ്ട് ക്ഷമ നിങ്ങളുടെ കാര്യത്തിൽ അല്പം കുറവായിരിക്കും. നിങ്ങളുടെ ഉള്ളം ശുദ്ധമാണ്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. പെട്ടെന്ന് ദേഷ്യം വന്ന് എന്തെങ്കിലും പറഞ്ഞാലും പിന്നീട് താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയാൽ അത് തുറന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാകാറില്ല. മറ്റൊരാൾ സങ്കടപ്പെടുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ദയ നിറഞ്ഞ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ ഏത് ജോലി ചെയ്താലും അത് വളരെ വ്യക്തമായും ബുദ്ധിയോടെയും മാത്രമേ ചെയ്യൂ. എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ അറിവുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും അറിവിൽ നിന്നും നിങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് വലിയ ഗുണം ചെയ്യും. നിങ്ങളുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ വലിയ വിജയം നേടാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നത് നിങ്ങളുടെ വലിയൊരു ദോഷമാണ്. അതുപോലെ എല്ലാം വേഗത്തിൽ വേണമെന്ന ധൃതി കാരണം പലപ്പോഴും നല്ല കാര്യങ്ങൾ പോലും അബദ്ധമായി പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരാൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതോ അടക്കി ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഒട്ടും സഹിക്കില്ല. സ്വാതന്ത്ര്യത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ എല്ലാവരുമായും നമുക്ക് ഒത്തുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ചില രാശിക്കാരുടെ സ്വഭാവം ധനുരാശിക്കാരുമായി വളരെ വേഗത്തിൽ ഒത്തുപോകും. മേടം രാശിക്കാരും ധനുരാശിക്കാരെ പോലെ തന്നെ അഗ്നി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. രണ്ടു കൂട്ടരും ഊർജ്ജസ്വലരും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുമാണ്. ഒരു ലക്ഷ്യം കണ്ടുപിടിച്ചാൽ അത് നേടിയെടുക്കാൻ രണ്ടുപേരും ഒരേപോലെ കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാരുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെ ആവേശകരവും സന്തോഷം നിറഞ്ഞതുമായിരിക്കും. കർക്കിടകൻ രാശിക്കാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും സ്നേഹമുള്ളവരുമാണ്. ധനുരാശിക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. ഈ സമയത്ത് നിങ്ങളെ ശാന്തനാക്കാൻ കർക്കിടകൻ രാശിക്കാർക്ക് കഴിയും. അവർ നിങ്ങളുടെ മനസ്സിനെ നന്നായി മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്തുണ നൽകുകയും ചെയ്യും. ചിങ്ങൻ രാശിയും ധനുരാശിയും തമ്മിൽ വലിയൊരു ആത്മബന്ധം എപ്പോഴും ഉണ്ടാകാറുണ്ട്. രണ്ടുപേരും സത്യസന്ധരും ആത്മാഭിമാനമുള്ളവരുമാണ്.
ചിങ്ങൻ രാശിക്കാർക്ക് നേതൃത്വം നൽകാനുള്ള കഴിവുണ്ട്. അത് ധനുരാശിക്കാരുടെ ബുദ്ധിശക്തിയുമായി ചേരുമ്പോൾ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. വൃശ്ചികൻ രാശിക്കാർ കാര്യങ്ങളെ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളായിരിക്കും ഇവർ. ഒരു രഹസ്യം സൂക്ഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കണമെങ്കിലോ വൃശ്ചികൻ രാശിക്കാർ നിങ്ങളെ സഹായിക്കും. ധനുവിനെ പോലെ തന്നെ മീനം രാശിയുടെയും അധിപൻ വ്യാഴമാണ്. രണ്ടു രാശിക്കാർക്കും അറിവിനോടും ആത്മീയതയോടും വലിയ താല്പര്യമുണ്ടാകും. ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരുപോലെ ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാശികളിൽപ്പെട്ട സുഹൃത്തുക്കളോ പങ്കാളികളോ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക. കാരണം നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ടാകും. നിങ്ങളുടെ ജീവിതയാത്രയിൽ ചില പ്രത്യേക വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവ ഏതൊക്കെയാണെന്നും ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്നും നോക്കാം. നിങ്ങൾ 27 വയസ്സിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിൽ അതുവരെയില്ലാത്ത പുതിയ അനുഭവങ്ങളും മാറ്റങ്ങളും വന്നു തുടങ്ങും. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്ന സമയമാണ്. ജോലിയിലോ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലോ വലിയ മാറ്റങ്ങൾ ഈ പ്രായത്തിൽ പ്രകടമാകും. പഴയ കാര്യങ്ങൾ വിട്ട് പുതിയൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ മനസ്സ് പാകപ്പെടുന്നത് ഈ സമയത്താണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഉള്ള യഥാർത്ഥ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഈ 27-ാം വയസ്സിലാണ്. നിങ്ങൾ 30കളിലെത്തുമ്പോൾ, പ്രത്യേകിച്ച് 30-31 വയസ്സിൽ ജീവിതം കൂടുതൽ സുരക്ഷിതവും സന്തോഷകരവുമായി മാറും. നിങ്ങൾ കാലങ്ങളായി കൊതിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് കണ്ട സ്വപ്നങ്ങൾ ഒന്നൊന്നായി സഫലമാകാൻ തുടങ്ങുന്ന സമയമാണിത്. കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായി നില മെച്ചപ്പെടാനും സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കാനും ഈ കാലയളവിൽ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യു ടേൺ അല്ലെങ്കിൽ കുതിച്ചുചാട്ടം ഈ സമയത്താണ് പ്രതീക്ഷിക്കേണ്ടത്. ഭാഗ്യം നിങ്ങളെ തുണച്ചു തുടങ്ങുന്ന ഒരു സുവർണ കാലഘട്ടമായി ഇതിനെ കാണാം. 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ രാശിയിൽ ശനിയുടെ ശക്തമായ സ്വാധീനമുണ്ട്. ഇത് കുടുംബത്തിൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. വീട്ടിലുള്ളവരുമായി, പ്രത്യേകിച്ച് അമ്മയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടാൻ സാധ്യതയുണ്ട്. ശനിയുടെ ദൃഷ്ടി കാരണം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഈ കാലയളവിൽ വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പ്രകോപനമുണ്ടായാൽ പോലും മിണ്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. പുതിയൊരു വണ്ടി വാങ്ങാനോ വീടിനാവശ്യമായ മെഷീനുകൾ, ലാപ്ടോപ്പ്, മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ വാങ്ങാനോ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ വർഷം ഇത്തരം നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ കരിയറിനോ വീടിനോ ആവശ്യമായ വലിയൊരു മാറ്റം ഈ വാങ്ങലുകളിലൂടെ സംഭവിക്കാം. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെങ്കിലും അതോടൊപ്പം ജോലിഭാരവും കൂടും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പുതിയ ചുമതലകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനുള്ള അവസരമാണ്. എന്നാൽ ഇതിന്റെ ഭാഗമായി കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന യാത്രകളോ അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതോ ആയ അവസ്ഥയോ വന്നേക്കാം. 2026 ഡിസംബർ വരെ രാഹുവിന്റെ സ്ഥാനം നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. സോഷ്യൽ മീഡിയ വഴിയോ ഇന്റർനെറ്റ് വഴിയോ ഉള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഇത് സുവർണ കാലഘട്ടമാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും സാങ്കേതിക അറിവും ഉപയോഗിച്ച് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഈ മേഖലയിൽ നിങ്ങൾ എടുക്കുന്ന ഏതൊരു പുതിയ തീരുമാനവും വലിയ വിജയം നൽകാൻ സാധ്യതയുണ്ട്. 2027 ജൂണിന് ശേഷമുള്ള സമയം വ്യക്തി ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നൽകുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് 2027 പകുതിക്ക് ശേഷമുള്ള 2.5 വർഷത്തിനുള്ളിൽ അത് നടക്കാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വിജയിക്കാനും ഈ സമയം സഹായിക്കും. ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്കുള്ള പ്രവേശനം ഈ കാലയളവിൽ സംഭവിക്കും. ഈ കാലയളവിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. പല്ലുമായി ബന്ധപ്പെട്ട വേദനകൾ, തൊണ്ടയിലെ അസ്വസ്ഥത, വിട്ടുമാറാത്ത ജലദോഷം എന്നിവ വരാൻ സാധ്യതയുണ്ട്.
കൂടാതെ കണ്ണിന് അമിതമായ ആയാസം നൽകാതിരിക്കാനും ചർമ്മരോഗങ്ങൾ വരാതെ നോക്കാനും ശ്രദ്ധിക്കണം. വെയിലും പൊടിയും ഏൽക്കുന്ന സാഹചര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. 2026 ജൂണിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടി കാരണം നിങ്ങളുടെ സംസാരത്തിന് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും. കോടതി കേസുകളിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്ന സ്വത്തുവകകൾ നിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ എതിർക്കുന്നവരെ ബുദ്ധിപരമായി നേരിടാനും പരാജയപ്പെടുത്താനും സാധിക്കും. അധ്യാപകർക്കും മറ്റ് വിജ്ഞാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത്. ജീവിതത്തിൽ ശനിയുടെ സ്വാധീനം മൂലമുണ്ടാകുന്ന കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും കുറക്കാൻ ഇനി പറയുന്ന വഴികൾ സഹായിക്കും. ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ ദിവസവും കുളിച്ച് ശുദ്ധിയായി ഒരു നിശ്ചിത സമയത്ത് ശനിസ്തോത്രം 108 തവണ ജപിക്കുക. ശനിദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഇത് ചെയ്യുന്നത് വഴി ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും അനാവശ്യമായ പേടി ഇല്ലാതാക്കാനും സാധിക്കും. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷം മാറാനുള്ള ഏറ്റവും എളുപ്പവഴിയായി കരുതുന്നു. പുരാണങ്ങളനുസരിച്ച് ഹനുമാൻ ഭക്തരെ ശനിദേവൻ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഹനുമാനെ ഭജിക്കുന്നത് വഴി നിങ്ങൾക്ക് വലിയ സംരക്ഷണം ലഭിക്കും. ഇത് നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനം നേടാനും സഹായിക്കും. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.